അമ്മേ നാരായണ. നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പരാശക്തിയായ ദേവിയുടെ 6 അംശരൂപങ്ങളിൽ ഒരാളായ ഗംഗാദേവിയുടെ കഥ കേൾക്കാം. ഗംഗാദേവി ഭൂമിയിൽ ജനിച്ച കഥ. പണ്ട് ഇക്ഷ്വാകു വംശത്തിൽ മഹാഭിഷക് എന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഭരണം നടത്തി പ്രശസ്തി നേടിയ ആളായിരുന്നു. നല്ല വിദ്യാസമ്പന്നനും സത്യസന്ധനും ദീനദയാലുവുമായിരുന്നു മഹാഭിഷക്. അദ്ദേഹം മരണശേഷം സ്വർഗലോകത്തെത്തി. ബ്രഹ്മാവിനെ ഉപാസിച്ച് നിത്യശാന്തി നേടുന്നതിനായി അദ്ദേഹം സത്യലോകത്തെത്തി. അവിടെ ദേവീദേവന്മാരെല്ലാം ബ്രഹ്മദേവനെ വണങ്ങി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൂട്ടത്തിൽ അതിസുന്ദരിയായ ഗംഗാദേവിയും ഉണ്ടായിരുന്നു. ഭക്തിമയമായ ആ അന്തരീക്ഷത്തിൽ ഒരിളങ്കാറ്റ് വീശുകയും ഗംഗാദേവിയുടെ ഉടയാട അല്പം നീങ്ങിപ്പോവുകയും ചെയ്തു. ഇതുകണ്ട മഹാഭിഷക് കാമവിവശനായി ഗംഗാദേവിയെ ഒന്ന് നോക്കി. ഗംഗാദേവിയും മഹാഭിഷക്കിനെ ഒന്ന് നോക്കി. ഭക്തിമയമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പ്രേമനാടകത്തിൻ്റെ തുടക്കം കുറിച്ചു. ഈ ചാപല്യങ്ങൾ ഗൂഢമായി കണ്ടിരിക്കുകയായിരുന്ന ബ്രഹ്മദേവന് അതിയായ കോപം വന്നു. അദ്ദേഹം 2 പേരെയും ശപിച്ചു. മഹാഭിഷക് വീണ്ടും ഭൂമിയിൽ രാജാവായി ജനിക്കട്ടെ എന്നും ഗംഗാദേവി മനുഷ്യരൂപത്തിൽ രാജാവിൻ്റെ ഭാര്യയായി ജന്മമെടുക്കട്ടെ എന്നുമായിരുന്നു ശാപം. ഗംഗാദേവി ദുഃഖിതയായി ശാപമോക്ഷമിരുന്നു. മഹാഭിഷക്കിൻ്റെ ഭാര്യയായിരിക്കെ അഷ്ടവസുക്കളുടെ മാതാവാകേണ്ടി വരുമെന്നും അവർ 8 പേരെയും ഒന്നൊന്നായി പ്രസവിച്ചു കഴിയുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും ബ്രഹ്മാവ് അറിയിച്ചു. തുടർന്ന് മഹാഭിഷക് ശന്തനു എന്ന പേരോടുകൂടിയായ ചന്ദ്രവംശ രാജാവായി ഭൂമിയിൽ ജനിക്കുകയും ഗംഗാദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അഷ്ടവസുക്കൾ എന്നു പറഞ്ഞാൽ ഗണദേവതകളാണ്. ഇവർ ധർമ്മദേവനെ ദക്ഷപുത്രിയായ വസുവിൽ ജനിച്ചവരാണ്. കശ്യപന്റെ പുത്രന്മാരാണ് അഷ്ടവസുക്കൾ എന്നും ചില പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ധരൻ, ദ്യോവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യൂഷൻ, പ്രഭാസൻ എന്നീ 8 പേരാണ് അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ അഷ്ടവസുക്കൾ തങ്ങളുടെ ഭാര്യമാരോടുകൂടി സ്വൈരവിഹാരം ചെയ്യുകയായിരുന്നു. സഞ്ചാരത്തിനിടയിൽ അവർ വസിഷ്ഠാശ്രമത്തിൽ എത്തിച്ചേർന്നു. വസുക്കളിൽ ഒരാളായ ദ്യോവിൻ്റെ ഭാര്യ വസിഷ്ഠാശ്രമത്തിൽ നിന്നിരുന്ന നന്ദിനി പശുവിനെ കണ്ടു മോഹിച്ചു. മഹർഷിയോട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്നു കരുതി ദ്യോവ് നന്ദിനിയെയും കിടാവിനെയും ബലമായി പിടിച്ചു കൊണ്ടുപോയി. അല്പം കഴിഞ്ഞ് പശുവിനെ കാണാഞ്ഞപ്പോൾ മഹർഷി അന്വേഷണം ആരംഭിച്ചു. വൈകും വരെ കണ്ടുകിട്ടാതെ വന്നപ്പോൾ മഹർഷി അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ നോക്കി കാര്യം മനസ്സിലാക്കി. മോഷ്ടാവ് യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നുറച്ചുകൊണ്ട് അദ്ദേഹം വസുക്കളെ ഒന്നടങ്കം ശപിച്ചു. ദേവകുല ജാതരായ അഷ്ടവസുക്കൾ മനുഷ്യയോനിയിൽ പിറക്കട്ടെ എന്നായിരുന്നു ശാപവചനം. വിവരമറിഞ്ഞപ്പോൾ വസുക്കൾക്ക് വേവലാതിയായി. അവർ വസിഷ്ഠാശ്രമത്തിലെത്തി അറിവില്ലായ്മ കൊണ്ട് ചെയ്തുപോയ തെറ്റിന് മാപ്പപേക്ഷിച്ചു. തെറ്റുകാരല്ലാത്ത 7 വസുക്കളും കുറഞ്ഞൊരു കാലം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും എന്നാൽ നന്ദിനിയെ മോഷ്ടിച്ച ദ്യോവ് ദീർഘകാലം മനുഷ്യനായി കഴിയേണ്ടി വരുമെന്നും മഹർഷി അറിയിച്ചു. ഗംഗാദേവിക്ക് ലഭിച്ച ശാപം വസുക്കൾക്ക് അനുഗ്രഹമായി. അവർ ഗംഗാദേവിയുടെ മക്കളായി ജനിക്കുകയും തത്സമയം തന്നെ ഗംഗ അവരെ നദിയിലെറിഞ്ഞ് മോക്ഷപ്രാപ്തരാക്കുകയും ചെയ്തു. എന്നാൽ ദ്യോവ് മാത്രം ഭീഷ്മനായി ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചു. ഒരിക്കൽ ശന്തനു മഹാരാജാവ് ഗംഗാതീരത്തുകൂടി വേട്ടയാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം
അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹം അവളിൽ അനുരക്തനായി. രാജാവിൻ്റെ പ്രണയാഭ്യർത്ഥനയ്ക്ക് അവൾ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. അങ്ങയുടെ ഭാര്യയാകുന്നതിന് എനിക്ക് വിസമ്മതമൊന്നുമില്ല. എന്നാൽ അങ്ങൊരു വ്യവസ്ഥ പാലിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തു പറഞ്ഞാലും എതിർക്കരുത്. എതിർക്കുന്ന പക്ഷം ഞാൻ എന്നേക്കുമായി അങ്ങയെ വിട്ടുപോകുന്നതാണ്. രാജാവ് ആ വ്യവസ്ഥ അനുസരിച്ചു. അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തു. യഥാകാലം ഗംഗ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഉടനെ അവൾ കുഞ്ഞിനെ എടുത്ത് ശന്തനു നോക്കി നിൽക്കെ തന്നെ ഗംഗാ നദിയിലേക്ക് എറിഞ്ഞു. കരാർ പ്രകാരം രാജാവിനെ നിശബ്ദനായി നോക്കി നിൽക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായി ജനിച്ച അഷ്ടവസുക്കളിൽ 7 പേരെയും ജനിച്ചയുടൻ ഗംഗാദേവി വെള്ളത്തിലേക്ക് എറിഞ്ഞു. 8ാമനായി ദ്യോവ് ജനിച്ചു. ആ ശിശുവിനെയും ഗംഗാദേവി നദിയിലേക്ക് എറിയാൻ തുടങ്ങിയപ്പോൾ ശന്തനു അക്ഷമനായി അവളെ തടഞ്ഞു. ഗംഗ കോപം നടിച്ച് കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും മറഞ്ഞു. വർഷങ്ങൾക്കു ശേഷം ശന്തനു മഹാരാജാവ് വീണ്ടും ഒരിക്കൽ ഗംഗാതടത്തിൽ നായാട്ടിനു പോയി. അവിടെ ആരോ ശരങ്ങൾ കൊണ്ട് നദിയുടെ ഗതി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. സുന്ദരനായ ഒരു ബാലനെ അദ്ദേഹം അവിടെ കണ്ടു. അവൻ തൻ്റെ പുത്രനാണോ എന്ന് ഒരു നിമിഷം രാജാവ് സംശയിച്ചു. അദ്ദേഹം തൻ്റെ സംശയം തീർത്തു തരുവാൻ ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. ഗംഗ തൻ്റെ പുത്രനെയും കൊണ്ട് രാജാവിൻ്റെ അടുക്കൽ പ്രത്യക്ഷയായി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ 8ാമത്തെ പുത്രനായ ദേവവ്രതനാണ് ഈ കുമാരൻ. വസിഷ്ഠ മഹർഷിയിൽ നിന്നും അസ്ത്രവിദ്യകളെല്ലാം ഇവൻ വശമാക്കി കഴിഞ്ഞു. ഇവൻ അങ്കിരസിൻ്റെ പുത്രനായ ദ്യോവി എന്ന വസുവിൻ്റെ പുനർജന്മമാണ്. ഇതാ പുത്രനെ കയ്യേൽക്കുക. തൻ്റെ കർമ്മം പൂർത്തിയാക്കിയ ഗംഗാദേവി മോക്ഷപ്രാപ്തിക്കായി സ്വർഗലോകത്തേക്ക് പോയി. ശന്തനു മഹാരാജാവിൻ്റെ പിതാവാണ് പ്രദീപൻ. ഒരിക്കൽ അദ്ദേഹം പുത്രലബ്ധിക്കായി ഗംഗാതീരത്ത് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. രാജാവിനെ കണ്ടപ്പോൾ ഗംഗ പ്രണയപരവശയായി. അവൾ അദ്ദേഹത്തിൻ്റെ വലതു തുടയിൽ വന്നിരുന്നു. രാജാവ് കണ്ണു തുറന്ന് ദേവിക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. പ്രദീപൻ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഗംഗാദേവി പ്രതിവചിച്ചു. എന്നാൽ രാജാവ് അവളോട് പറഞ്ഞു: വലതു തുടയിൽ ഇരിക്കാനുള്ള അവകാശം മക്കൾക്കും പുത്രവധുവിനുമുള്ളതാണ്. നീ എൻ്റെ പുത്രൻ്റെ വധുവാകാനാണ് യോഗ്യ. പ്രദീപ മഹാരാജാവിന് ജനിച്ച പുത്രനാണ് ശന്തനു. ശന്തനുവിന് ഗംഗാദേവി വധുവായി എത്തുമെന്ന് രാജാവ് സൂചന നൽകിയിരുന്നു. ത്രികാലജ്ഞാനിയായിരുന്ന പ്രദീപനെ ഗംഗയുടെ ശാപവൃത്താന്തവും അവൾ ശന്തനുവിനെ വേൾക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളുമെല്ലാം നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് ശന്തനു ഗംഗാ തീരത്ത് വെച്ച് കണ്ടുമുട്ടിയ ആ ദിവ്യാംഗനയെ വിവാഹം ചെയ്തതും അവളുടെ വ്യവസ്ഥകൾക്ക് വഴങ്ങിയതുമെല്ലാം. മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു ലക്ഷ്മി, സരസ്വതി, ഗംഗ എന്നിവർ. ഒരിക്കൽ വിഷ്ണു മൂവരുമായി സ്വൈരസല്ലാപം നടത്തിയിരിക്കെ ഗംഗാദേവി കാമാർത്തിയായി ഭർത്താവിനെ കടാക്ഷിച്ചു. വിഷ്ണു തിരിച്ചും കടാക്ഷമുനകൾ അയച്ചു. ഇത് അധികനേരം സഹിച്ചിരിക്കാൻ സരസ്വതിക്കും ലക്ഷ്മിക്കുമായില്ല. സരസ്വതി കോപാകുലയായി ഗംഗയെ മർദ്ദിക്കാൻ തുടങ്ങി. കലഹം മൂർച്ഛിക്കുമെന്ന് ഭയന്ന് ലക്ഷ്മി സരസ്വതിയെ കടന്നുപിടിച്ചു. കുപിതയായ സരസ്വതി ലക്ഷ്മി ഭൂമിയിൽ പോയി മനുഷ്യസ്ത്രീയായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. നിരപരാധിയായ ലക്ഷ്മിക്ക് ശാപം കിട്ടിയതിൽ ഗംഗാദേവിക്ക് വ്യസനമായി. ഗംഗാദേവി സരസ്വതിയെ ശപിച്ച് ഭൂമിയിലെ ഒരു നദിയാക്കി തീർത്തു. സരസ്വതി തിരിച്ചും ശാപം ചൊരിഞ്ഞു. ഗംഗ ഭൂമിയിൽ കൂടി ഒഴുകി ജനങ്ങളുടെ പാപഭാരം വഹിക്കട്ടെ എന്നായിരുന്നു ശാപം. അങ്ങനെ 3 ഭാര്യമാരും പരസ്പരം പോരടിക്കുന്ന കാഴ്ച കണ്ട് മഹാവിഷ്ണു അത്യന്തം വിഷണ്ണനായി. എന്നാൽ എല്ലാം സംഭവിക്കുന്നത് വിധിയുടെ
നിശ്ചയത്താലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യം ലക്ഷ്മി ദേവിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ലക്ഷ്മി, നിന്റെ ഭൂമിവാസം നിന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അവിടെ ധർമ്മധ്വജൻ എന്ന രാജർഷിയുടെ ഗൃഹത്തിൽ അയോനിജയായി ജനിച്ച് അവൻ്റെ പുത്രിയായി വളർന്നുകൊള്ളുക. അവിടെ 3 ലോകങ്ങൾക്കും മുക്തിദായകയായി നിനക്ക് ജീവിക്കാം. അക്കാലത്ത് എൻ്റെ അംശാവതാരമായ ശംഖചൂഡൻ എന്ന അസുരൻ നിന്നെ വേൾക്കും. പിന്നീട് നീ പത്മാവതി എന്ന പേരോട് കൂടിയ പുണ്യനദിയായി തീരും. നദീരൂപം ഭൂമിയിൽ ഉപേക്ഷിച്ച് നിന്റെ ദേവീരൂപം എൻ്റെ സമീപത്തേക്ക് മടങ്ങി വരും. അതിനാൽ ആശ്വാസത്തോടെ ഈ ശാപത്തെ കൈക്കൊള്ളുക. ഇപ്രകാരം പ്രഥമ പത്നിയെ സാന്ത്വനിപ്പിച്ച ശേഷം വിഷ്ണു ഭഗവാൻ ഗംഗയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ദേവി ഗംഗ, നിന്റെ ശാപവും ഭൂലോകവാസികൾക്ക് ഗുണത്തിനായി ഭവിക്കും. ഭൂമിയിലെ പാപികളുടെ പാപഹാരിണിയായ ഒരു പുണ്യനദിയായി നീ വാഴ്ത്തപ്പെടും. ഭഗീരഥൻ എന്നൊരു രാജർഷിയായിരിക്കും നിന്നെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ നീ സമുദ്രത്തിൻ്റെ ഭാര്യയായി അയുധ സംവത്സരങ്ങൾ കഴിഞ്ഞ ശേഷം ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായും കഴിയുക. തുടർന്ന് നിന്റെ ദേവീരൂപം കൈലാസത്തിലേക്ക് എത്തിപ്പെടുന്നതും ഭൂതഗണങ്ങൾക്കൊപ്പം വിളങ്ങുന്ന കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ്റെ പത്നീപദം നിനക്ക് ലഭിക്കുന്നതുമാണ്. തുടർന്ന് മഹാവിഷ്ണു സരസ്വതിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഭദ്രേ, സരസ്വതി, ശാപവാക്കുകൾ വ്യസനിക്കേണ്ടതില്ല. ഗംഗയുടെ ശാപത്താൽ നീയും ഒരു പുണ്യനാഥിയായി ഭൂമിയിൽ ഒഴുകും. പുണ്യഭൂമിയായ ഭാരതത്തിലാണ് നിനക്കിടം ലഭിക്കുക. പിൽക്കാലത്ത് നിന്റെ ദേവീരൂപം സത്യലോകത്ത് മടങ്ങിവരും. നീ ബ്രഹ്മദേവന്റെ പത്നിപദം അലങ്കരിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് ലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെയും സരസ്വതി ബ്രഹ്മദേവൻ്റെയും ഗംഗ ശിവൻ്റെയും ഭാര്യമാരായി തീർന്നത്. അനേകകാലം കീർത്തിമാനായി രാജ്യം ഭരിച്ച സഗരൻ സൂര്യവംശ രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്നു. സഗരന് സുമതി എന്നും കേശിനി എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. വളരെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കേശിനിക്ക് അസമഞ്ജസ് എന്നൊരു പുത്രൻ ജനിച്ചു. സുമതി പ്രസവിച്ചത് ഒരു ചുരക്കിയായിരുന്നു. ദുഃഖിതയായിത്തീർന്ന സുമതിയെ രാജാവ് ആശ്വസിപ്പിച്ചു. ബൃഹുമഹർഷിയുടെ അനുഗ്രഹം തേടി മുമ്പ് രാജാവ് ഭാര്യമാരോടുകൂടി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മഹർഷി ഇരുവർക്കും പുത്രഭാഗ്യം പ്രവചിച്ചിരുന്നു. ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സഗരൻ പത്നിയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചത്. സുമതി താൻ പ്രസവിച്ച മാംസപിണ്ഡ സമാനമായ ചുരയ്ക്കയ്ക്ക് കാവലിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ചുരയ്ക്ക പൊട്ടിപ്പിളർന്ന് 60,000 രാജകുമാരന്മാർ വെളിയിൽ വന്നു. ഇവർ വീരശൂര പരാക്രമികളായി വളർന്നു വന്നു. അതേസമയം കേശിനി പുത്രനായ അസമഞ്ജസ് ഒരു ജനദ്രോഹിയാണ് അറിയപ്പെട്ടത്. അയാൾ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ പിടിച്ച് സരയൂ നദിയിൽ എറിഞ്ഞ് അവർ മുങ്ങിമരിക്കുന്നത് കണ്ട് ആനന്ദിച്ചിരുന്നു. ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ വിരോധിയായി തീർന്ന അസമഞ്ജസിനെ അച്ഛൻ കൊട്ടാരത്തിന് പുറത്താക്കി. എന്നാൽ അസമഞ്ജസ് രാജ്യഭ്രഷ്ടനായതോടെ അഹങ്കാരികളും ദുർവൃത്തരുമായി തീർന്ന സുമതിപുത്രർ ലോകത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി തുടങ്ങി. യാഗങ്ങൾക്കും ദേവപ്രീതിക്കായി നടത്തുന്ന ഉപാസനകൾക്കും ഭംഗം നേരിട്ടു. ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. കപിലൻ എന്ന മഹർഷി സകരപുത്രന്മാരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവരെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെയിരിക്കെ സകരൻ തൻ്റെ പ്രതാപൈശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു അശ്വമേധയാഗം നടത്തി. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ യാഗാശ്വത്തെ തെളിച്ചുകൊണ്ട് ലോകം ചുറ്റി നടന്നു. കര മുഴുവൻ കീഴടക്കി അവർ സമുദ്രത്തെ സമീപിച്ചു. പെട്ടെന്ന് അശ്വം അപ്രത്യക്ഷമായി. സകരപുത്രന്മാർ ആകെ വിഷമിച്ചു. അവർ 60,000 പേരും ചേർന്ന് അച്ഛൻ്റെ അടുക്കലെത്തി സങ്കടം പറഞ്ഞു.
ഇതുകേട്ട് ക്രുദ്ധനായ സഗരൻ അശ്വത്തെ എങ്ങനെയും കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അന്വേഷിച്ച് അശ്വത്തെ കണ്ടെത്തണമെന്ന വാശിയോടുകൂടി സഗരപുത്രന്മാർ യാത്രയായി. അവർ കാടും മേടും നാടും നഗരവും ചുറ്റി നടന്ന് അന്വേഷണമായി. പല ദിനങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഭൂമിയിലെങ്ങും അശ്വത്തെ കണ്ടുകിട്ടിയില്ല എന്നായപ്പോൾ അവർ ഒരു വലിയ കുഴിയുണ്ടാക്കി പാതാള ലോകത്തെത്തി. അവിടെ ചുറ്റി നടന്ന് അന്വേഷണമായി. അപ്പോഴതാ പ്രാണായാമ നിമഗ്നനായി കപില മഹർഷി ഇരിക്കുന്നു. തൊട്ടടുത്ത് ഒരു കുറ്റിയിൽ കെട്ടിയിട്ട നിലയിൽ തങ്ങൾ തേടി നടന്ന യാകാശവും ഉണ്ട്. കള്ളനെ കണ്ടെത്തിയ ആഹ്ലാദത്തിൽ മതിമറന്ന സഗരപുത്രന്മാർ കപിലനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ വാസ്തവത്തിൽ മഹർഷി ഇക്കാര്യത്തിൽ നിരപരാധിയായിരുന്നു. അശ്വത്തെ അപഹരിച്ചതും അവിടെ കൊണ്ടുവന്ന് ബന്ധിച്ചതും ഇന്ദ്രനായിരുന്നു. മഹർഷി കുപിതനായി കണ്ണു തുറന്നു. ആ നേത്രാഗ്നിയിൽ സഗരപുത്രന്മാർ 60,000 പേരും എരിഞ്ഞു ചാമ്പലായി. മഹർഷി വീണ്ടും യോഗനിദ്രയിൽ മുഴുകി. അശ്വത്തെ തേടി പുറപ്പെട്ട പുത്രന്മാർ തിരിച്ചു വരാതായപ്പോൾ രാജാവ് വിഷമിച്ചു. അദ്ദേഹം അസമഞ്ജസിൻ്റെ പുത്രനായ അംശുമാനെ അടുത്തു വിളിച്ച് അന്വേഷണാർത്ഥം നാനാദിക്കിലേക്കും അയച്ചു. ഭൂമിയിലെ അന്വേഷണം പൂർത്തിയാക്കി അംശുമാൻ പാതാള ലോകത്തെത്തി. അവിടെ അദ്ദേഹം കപില മഹർഷിയെ കണ്ടു വന്ദിച്ചു. അംശുമാന്റെ വിനീതമായ അഭ്യർത്ഥന അനുസരിച്ച് മഹർഷി അശ്വത്തെ തിരികെ കൊടുത്തു. എങ്കിലും പിതൃസഹോദരന്മാരുടെ ദുരന്തവാർത്ത അറിഞ്ഞ് അംശുമാൻ വ്രണിത ഹൃദയനായി. അംശുമാന്റെ പൗത്രൻ ഗംഗയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴ്ത്തി സഗരപുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്യുമെന്നും അവർക്ക് മോക്ഷപ്രാപ്തി നേടിക്കൊടുക്കുമെന്നും കപില മഹർഷി അനുഗ്രഹിച്ചു. തുടർന്ന് അംശുമാൻ യാകാശ്വത്തെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ അശ്വമേധയാഗം സഗരൻ പൂർത്തിയാക്കി. അംശുമാന്റെ പുത്രനായിരുന്നു പ്രശസ്തനായ ദിലീപൻ. ദിലീപന്റെ പുത്രനായി ജനിച്ച ഭഗീരഥന്റെ നിയോഗമായിരുന്നു കപില മഹർഷി പ്രവചിച്ചിരുന്നത്. ഭഗീരഥൻ രാജാവായി കുറേ വർഷങ്ങൾ നാടു ഭരിച്ച ശേഷം തൻ്റെ നിയോഗ പൂർത്തീകരണത്തിനായി ഹിമവൽ സാനുക്കളിലെത്തി തപസ് ആരംഭിച്ചു. അദ്ദേഹം 1000 വർഷത്തെ കഠിന തപസ്സുകൊണ്ട് ഗംഗയെ പ്രസാദിപ്പിച്ചു. താൻ ഭൂമിയിലേക്ക് പതിച്ചാൽ തന്നെ താങ്ങാൻ ഭൂമിക്കാവില്ലെന്ന് ഗംഗ അറിയിച്ചു. ശിവനല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ലെന്നും അതിനാൽ ശിവനെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. വീണ്ടും അനേക വർഷങ്ങളുടെ ഘോര തപസ്സിനൊടുവിൽ കൈലാസനാഥനായ ശിവൻ ഭഗീരഥന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗീരഥന്റെ അപേക്ഷപ്രകാരം ഭഗവാൻ ഭൂമിയിലെത്തി ഗംഗയെ വഹിക്കുന്നതിന് തയ്യാറായി നിന്നു. അതിഗംഭീരമായ ശബ്ദം മുഴക്കിക്കൊണ്ട് ഗംഗ ശിവന്റെ ശിരസിൽ പതിച്ചു. തൻ്റെ ശക്തിയിൽ ഗർവുണ്ടായിരുന്ന ഗംഗ ശിവനെ കൂടി പാതാളത്തിലേക്ക് താഴ്ത്തണമെന്ന ഗൂഢമായ ആഗ്രഹത്തോടെയാണ് ഭൂമിയിലേക്ക് പതിച്ചത്. ഇത് മനസ്സിലാക്കിയ ശിവൻ ഗംഗയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ച് അവളുടെ മാർഗം സ്തംഭിപ്പിച്ചു. ഗംഗയാവട്ടെ മാർഗം മുറിഞ്ഞ് അനേക വർഷങ്ങൾ ഭഗവാന്റെ ജടാപടലത്തിൽ ചുറ്റിത്തിരിഞ്ഞു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനാവാതെ ഭഗീരഥനും വലഞ്ഞു. അദ്ദേഹം വീണ്ടും തപസ്സാരംഭിച്ചു. ഒടുവിൽ ശിവൻ പ്രസാദിച്ച് ജട കുടഞ്ഞ് കുറേ ഗംഗാജലം ഭൂമിയിൽ വീഴ്ത്തി. ഭൂമിയിൽ ബിന്ദുസരസിൽ പതിച്ച ഗംഗാജലം ഹാദിനി, പാവിനി, നളിനി എന്നീ 3 കൈവഴികളിലായി കിഴക്കോട്ടൊഴുകി. സുചക്ഷുസ്, സീത, സിന്ധു എന്ന 3 കൈവഴികൾ പടിഞ്ഞാറോട്ടും ഒഴുകി. 7ാമത്തെ കൈവഴി ഭഗീരഥനെ പിന്തുടർന്നു. ഭഗീരഥന്റെ വഴി പിന്തുടർന്ന് ജന്നു മഹർഷിയുടെ ആശ്രമപ്രദേശത്തു ചെന്നു ചേർന്ന ഗംഗയ്ക്ക് ഗർവ പിന്നെയും ബാക്കിയായിരുന്നു. അവൾ മഹർഷിയുടെ ആശ്രമത്തെ ജലത്തിൽ മുക്കി. കുപിതനായ മുനി ഗംഗയെ കുടിച്ചു വറ്റിച്ചു.
ഭഗീരഥൻ ജന്നു മഹർഷിയെ പ്രസാദിപ്പിച്ചു. മഹർഷി ഗംഗയെ ചെവിയിൽ കൂടി വെളിയിലേക്ക് ഒഴുക്കി. അങ്ങനെയാണ് ഗംഗയ്ക്ക് ജാനവി എന്ന പേരുണ്ടായത്. വീണ്ടും ഗംഗ ഭഗീരഥനെ അനുഗമിച്ച് പാതാളത്തിൽ പ്രവേശിക്കുകയും സഗരപുത്രന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങളെ പുണ്യജലത്തിൽ കഴുകി അവരെ മോക്ഷപ്രാപ്തരാക്കുകയും ചെയ്തു. ഗംഗയുടെ മാഹാത്മ്യം. ഗംഗാജലം പരമപവിത്രമാണ്. മരണാനന്തരം മനുഷ്യന്റെ അസ്ഥി ഗംഗാനദിയിൽ ഒഴുക്കിയാൽ അയാൾക്ക് സ്വർഗത്തിലിടം ലഭിക്കും. ഏതു പാപിക്കും ഗംഗാസ്നാനം കൊണ്ട് വിഷ്ണുപദം പ്രാപിക്കാം. 100 യാഗങ്ങളുടെ പുണ്യമാണ് ഒരിക്കൽ ഗംഗയിൽ സ്നാനം ചെയ്യുക വഴി ലഭിക്കുന്നത്. ഗംഗാ ജലസ്പർശം ഒരുവനെ ഉജ്ജ്വല ശോഭയുള്ളവനാക്കി തീർക്കും. ഗംഗാജലം ലഭിക്കാത്ത ദേശങ്ങൾ ചന്ദ്രനില്ലാത്ത രാത്രി പോലെയും പൂക്കളില്ലാത്ത വൃക്ഷം പോലെയുമാകുന്നു. 1000 വർഷം കൊടും തപസ് അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഗംഗാജലത്തിൽ ശരീരം ഉപേക്ഷിക്കുന്നത്. ദുഃഖഹാരിയാണ് ഗംഗ. ഗംഗാതീരത്തെ മണൽ ശരീരത്തിൽ പൊതിഞ്ഞാൽ ദേവപ്രീതികരമാണത്. ഈ നദിയിൽ തട്ടിവരുന്ന കാറ്റേറ്റാൽ തന്നെ ജീവികളുടെ പാപം നശിക്കും. സർവ പാപനാശിനിയും മോക്ഷദായിനിയുമാണ് ഗംഗ. ഗംഗാജലത്തിൻ്റെ ഈ വിധത്തിലുള്ള ഗുണങ്ങളെപ്പറ്റി മഹാഭാരതം അനുശാസന പർവത്തിൽ സവിസ്തരം പ്രതിപാദിച്ചു കാണുന്നു. നാളെ തുളസീദേവിയുടെ കഥകൾ കേൾക്കാം. ഹരേ കൃഷ്ണ.